കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അച്ഛമ്മ ഒരിക്കലും സൗഭാഗ്യവതിയായി ജീവിച്ചതല്ലേ? ഭർത്താവ് പോയപ്പോഴല്ലേ അച്ഛമ്മയ്ക്ക് അത് അഴിച്ചു മാറ്റേണ്ടി വന്നത്? അപ്പൊ ആ താലിയുടെ വില അച്ഛമ്മയ്ക്ക് അറിയില്ലേ? മറ്റെന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ നിൽക്കുന്നില്ല, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. പക്ഷേ ഈ താലി ഉരുത്തരുന്ന് വിചാരിക്കണ്ട. എന്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ താലി എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇതിലൊന്ന് തൊടാൻ പോലും ഞാൻ ആരെയും അനുവദിക്കില്ല. അതാരാണെങ്കിലും കൊള്ളാം. എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല എന്തുമ്മേ. അകത്ത് കയറി വാതിലും കുറ്റിയിട്ട് സംസാരിച്ചത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? ശ്രേയയ്ക്ക് പണിയൊന്നും എടുക്കാൻ അറിയില്ലെന്ന് എന്റെ മരുമകള് പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് കരുതി നിങ്ങള് എന്റെ മരുമകളെ വഴക്ക് പറയൊന്നും വേണ്ട. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ, മൂത്ത മരുമകളുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു അവൾക്ക്. എന്ത് ചെയ്യാനാ, അവളുടെ സ്വഭാവം നിങ്ങളെല്ലാം കണ്ടതല്ലേ. ഒന്നുമല്ലേലും ഇളയ മരുമകളെങ്കിലും കാര്യഗൗരവത്തോടെ കുടുംബം നോക്കി നടത്തുമെന്ന് കരുതി. നമ്മുടെ വൈദേഹി പോലെ അവളെ കണ്ട് പഠിക്കുമോളെ. എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നോ അമ്മ. ഒരു ഹീറോയിൻ ആകുന്നത് വരെ ഇവരുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളിയേ പറ്റൂ. ഒരു ചാൻസ് ഒന്ന് കിട്ടിക്കോട്ടെ, പിന്നെ എന്റെ പൊടി പോലും നിങ്ങളാരും കാണില്ല. എന്നാ ശരി, ഇങ്ങനെ നിൽക്കാതെ പോയി വിശ്രമിക്കേ. വൈദേഹി, അച്ഛനും അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് നിനക്കല്ലേ അറിയോ? അവർക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക. ചേച്ചി, എനിക്കിഷ്ടമുള്ളതും കൂടി ഉണ്ടാക്കി തരണേ, ഞാനും കൂടാ. ഞാനും വരുന്നു മോളെ. നടക്കും. എന്താടി നീ എങ്ങോട്ടായി പോണേ? ഇപ്പൊ തന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ ഇവിടെ ഉള്ളവരുടെ പരാതി. വൈദേഹിയേച്ചി അമ്മയും ചെയ്യുമ്പോ ഞാൻ അവിടെ ചെന്ന് നോക്കി നിൽക്കെങ്കിലും ചെയ്യട്ടെ. അതൊക്കെ പിന്നെ ചെയ്യാടി. ആദ്യം എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ തരണം. എന്താ അച്ഛമ്മേ കാര്യം? നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇപ്പൊ എങ്ങനാ? അതൊക്കെ നന്നായിട്ട് തന്നെയാ. നന്നായിട്ടെന്ന് പറഞ്ഞ എങ്ങനാടി? നിങ്ങളുടെ ആദ്യ രാത്രിയെങ്കിലും കഴിഞ്ഞതാണോ? അത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഒന്ന് അങ്ങോട്ട് തന്നാലുണ്ടല്ലോ. സത്യമായിട്ടും പറഞ്ഞതാ അച്ഛമ്മ. എടീ, ശരിക്കും നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദേവൻ എന്തിനടി നിന്നെ തിരിഞ്ഞു നോക്കാതെ അവളുടെ പുറകെ നടക്കുന്നേ? ഈ കുടുംബത്തെ പറ്റി ചിന്തയില്ലാതെ നീയും നടക്കില്ലായിരുന്നു. ഈ വീടും കുടുംബവും നിന്റേതാണെന്നുള്ള ചിന്ത നിനക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലെന്ന് കരുതിയോ? ഒരു കുന്തവും നടന്നിട്ടില്ല. എന്റെ മുമ്പിൽ വായടച്ച് നിന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. ഭർത്താവിനെ സാരിത്തുമ്പി കെട്ടിയിടാനുള്ള വിദ്യകളൊക്കെ നീ തന്നെ നോക്കണം. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നീ ഒരു പൊട്ടിക്കാളിയാടി. ഇനിയും നിന്റെ കുട്ടികളിയൊന്നും നിന്നെ വിട്ടു പോയിട്ടില്ല. നിന്റെ കണ്ണും വെട്ടിച്ചെല്ലാരെയും കയ്യിലെടുത്ത് ആ അനാഥപ്പുഴ ഇവിടെ ആളാവും. അതുകൊണ്ടേ ഞാൻ തൽക്കാലം ഒരു തീരുമാനം എടുത്തിരിക്കുക. നിന്റെ ആദ്യ രാത്രി കഴിയുന്നതുവരെ ഈ വീട്ടിൽ നിന്ന് ഞാൻ അനങ്ങില്ല.
എന്താ അച്ഛമ്മേ എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും ചെയ്യട്ടടി, നിനക്കെന്ത് കാര്യം? എല്ലാം നിന്നോട് പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ? ഇത് നിന്നെ കെട്ടിച്ച വീടാ. ദേവൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരും അത് വിശ്വസിക്കില്ല. എല്ലാം വെറും പകൽക്കിനാവാ. എന്താ ഇത് അച്ഛമ്മേ? പാവല്ലേ, ഒറ്റയ്ക്ക് അടുക്കളയിൽ കഷ്ടപ്പെടാന്ന് വെച്ച് സഹായിക്കാൻ വേണ്ടി വന്നതാ. എന്തൊക്കെ അസംബന്ധങ്ങൾ അച്ഛമ്മ ഈ പറയുന്നേ? എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട, നീ പോയേ. എന്നാ പോവാ അച്ഛമ്മേ. ദേവന് നിന്നോട് പ്രേമമാണെന്നുള്ളതല്ലേ നിന്റെ അഹങ്കാരം? എന്റെ കുടുംബം, എന്റെ ഭർത്താവെന്നും പറഞ്ഞ് നീ ചാടുന്നത്. ഈ പാലാ ചെറുക്കൻ കുടിക്കട്ടെ, എന്നിട്ട് എന്റെ ശ്രേയമോളുടെ കൂടെ അവന്റെ ആദ്യരാത്രി ഒന്ന് കഴിയട്ടെ. പിന്നെ നീ താല് കാണിച്ചാലെന്നല്ല, തൂക്കുകയറ് കാണിച്ചാലും ദേവൻ നിന്റെ നേരെ തിരിഞ്ഞു നോക്കില്ല. എടി ശ്രേയ, നിക്കടി അവിടെ. എന്താ അച്ഛമ്മേ, ഒരു റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴിടയ്ക്ക് കയറി വന്ന എല്ലാം നശിപ്പിച്ചത്. നിന്റെ ഒടുക്കത്തെ ഒരു റീലി. ഇതിന്റെ പുറകെ നടക്കുന്നതിന് പകരം നിന്റെ ഭർത്താവിനെ പാട്ടിലാക്കിയിരുന്നെങ്കിൽ ഇപ്പം നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായേനെ. സാരമില്ല, ഈ പാല് കൊണ്ടുപോയിക്കോ. ഇപ്പൊ എന്തിനാ അച്ഛമ്മ ഈ പാലൊക്കെ? നിനക്ക് വേണ്ടി അല്ലടി പൊട്ടിക്കാളി. ഇത് നിന്റെ ഭർത്താവിനെ കൊണ്ട് കുടിപ്പിക്ക, എന്നിട്ട് കുറച്ച് നീയും കൂടെ അങ്ങ് കുടിച്ചോ. എന്തിനാ? എന്റെ വാ കൊണ്ട് ഞാൻ എങ്ങനെ പറയും? കുടിച്ചു നോക്കടി. നേരം വെളുക്കുമ്പോ അതിന്റെ ഫലം എന്താണെന്ന് നീ തന്നെ മനസ്സിലാക്കും. ഓ അച്ഛമ്മേ, എന്റെ ആദ്യരാത്രി നടത്താൻ വേണ്ടിയിട്ട് തലകുത്തി നടക്കുകയാണല്ലേ. പക്ഷെ അവിടെ ഇരിക്കുന്നതേ ഈ പാലിനും പായസത്തിലും വീഴുന്ന ആളല്ലെന്നേ അച്ഛമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. പിന്നെ എനിക്കും അയാളുടെ കൂടെയുള്ള ആദ്യരാത്രിയിലൊന്നും താല്പര്യവും ഇല്ല. പാല് കൊടുത്തേക്കാം, അതിനിപ്പോ എനിക്ക് എന്ത് വരാനാ? എന്തെന്നാടി ആലോചിച്ച് നിൽക്കുന്നേ? കൊണ്ട കൊടുക്ക്. ചെറുക്കം കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കുടിപ്പിച്ചേക്കണം. ശരി അച്ഛമ്മ. ദേവേട്ട, അത് പാല്. ഇതെന്താ ഒരു പുതിയ ശീലം? അച്ഛമ്മയാ ദേവേട്ടന് തരാൻ പറഞ്ഞു. എന്തിന്? എന്തിനാന്ന് വെച്ചാ, അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് അച്ഛമ്മയ്ക്ക് അറിയില്ലല്ലോ. അത് നിനക്കറിയാലോ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അത് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണെന്ന് അച്ഛമ്മ തൽക്കാലം അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. ഇടി അനാഥ പുഴുക, അവിടെ നിക്കടി. ഇങ്ങു വാ. എന്തെന്നാടി ചെന്ന് വാതിലി മുട്ടുന്നേ? അവര് രണ്ടുപേരും ഒന്നിച്ചു കിടക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? അനിയത്തിയുടെ ജീവിതം നന്നാക്കാനെന്നും പറഞ്ഞ് നീ അഭിനയിക്കുക. അവൾ അതിനകത്ത് കുറച്ചേരം സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഒന്ന് നിർത്തച്ചമ്മേ. ഒന്നുമില്ലാത്ത കാര്യത്തിനൊക്കെ എന്തിനാ ഇങ്ങനെ വൃത്തികേടുകൾ ചിന്തിച്ചു കൂട്ടുന്നേ? ശരിയാടി, ഞാൻ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടട്ടെ. നിന്റെ മനസ്സിൽ ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തിനാ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കിടക്കുന്ന മുറിയുടെ മുന്നിൽ ഈ അസമയത്ത് വാതിലെ മുട്ടുന്നേ? ഒന്ന് മിണ്ടാതിരിക്കച്ചമ്മേ. നാളെ നേരം എടുത്ത ഹോമം ചെയ്യാനുള്ളതാ. തലേ ദിവസം രാത്രി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കാൻ പാടില്ലത്രേ. അതെന്താടി? അവര് രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി ഞാനൊരു പൊടിക്കൈ പ്രയോഗിച്ചപ്പോ അത് മനസ്സിലാക്കി അവര് തമ്മിൽ അടുക്കാതിരിക്കാനുള്ള നിന്റെ പ്ലാനല്ലേ ഇത്? ചോ, അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മേ. ഇന്ദുമ്മ എന്നെ പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചത്. ആര് പറഞ്ഞയച്ചാലും കൊള്ളാം, ഇന്നത്തെ ദിവസം ഈ മുറിയുടെ വാതിൽ തുറക്കണില്ല. ആ ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? ഈ പാല് കുടിച്ചാൽ മാത്രം മതി ദേവേട്ട. അച്ഛമ്മേ, മാറി നിക്ക്. പറ്റില്ലടി, നീ എന്താന്ന് വെച്ചാ ചെയ്യ. അല്ല, ദേവൻ ഇതുവരെ പുറത്തേക്ക് വിളിച്ചില്ലേ? കുട്ടികൾ രണ്ടുപേരും അകത്ത് സന്തോഷിച്ചിരിക്കാവും. എന്തിനാ നമ്മളായിട്ട് അത് നശിപ്പിക്കാൻ നോക്കുന്നേ? ഇതിപ്പോ ആദ്യ രാത്രിയൊന്നും അല്ലല്ലോ, ഇനി അങ്ങോട്ട് എത്രയോ രാത്രികളുണ്ട്. അവരുടെ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. അവനെ ഇങ്ങ് പുറത്തോട്ട് വിളിക്കേ.
ദേവമോനെ, ദേവാ, ദേവാ, മോനെ ദേവാ. എന്തോമ്മ വിളിക്കുന്ന? എടാ ദേവാ, വാതിൽ തുറക്കടാ. ഞാൻ ദേ വരുന്നു എന്തു. എന്നാ ഇത് കയ്യിൽ തന്നെ വെച്ചോ. എന്താ എന്തു? വെളുപ്പിനെ ഹോമം തുടങ്ങുകയല്ലേ, അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടക്കാൻ പാടില്ലെന്നാ. അകത്ത് കിടന്നാലും പുറത്ത് കിടന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല എന്തോമ്മേ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല എന്തു. ഇന്നാണെങ്കിൽ പുറത്ത് നല്ല തണുപ്പാ, AC-യുടെ ആവശ്യം വരികയില്ല. അതുകൊണ്ട് അകത്ത് കിടന്നാലും പുറത്ത് കിടന്നാലും ഒരുപോലെയാന്ന് പറയായിരുന്നു. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടക്കാൻ പാടില്ലെന്നുള്ളതൊക്കെ എവിടുത്തെ ശാസ്ത്രമാ? അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ശാസ്ത്ര. എടാ ദേവമോനെ, നീ ഇന്ന് താഴത്തെ മുറി കിടന്നാ മതി. ഓ, ഇനി അങ്ങോട്ട് എന്തിനാ? ഞാൻ എന്റെ ഫോൺ എടുത്തോട്ടെ എന്തു. എന്നാ ശരി, വേഗം പോയിട്ട് വാ. എന്തു പറ്റി? നാളെ ഹോമം നടക്കാൻ പോവല്ലേ, ഇന്ന് നമ്മൾ ഒരുമിച്ച് കിടക്കാൻ പാടില്ല. അതിന് നമ്മൾ ഇന്ന് വരെ ഒന്നിച്ച് കിടന്നിട്ടില്ലല്ലോ. എന്ന് വെച്ചാലേ ഇവിടെ നമ്മൾ ഒന്നിച്ച് കിടക്കാറില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. അപ്പോ പാല് അത് വേണമെങ്കിൽ നീ കുടിച്ചോ. അച്ഛമ്മ ദേവേട്ടനോട് കുടിക്കാനാ പറഞ്ഞത്. അതിന് നീ അതങ്ങ് കുടിച്ചിട്ട് അത് ഞാനാ കുടിച്ചെന്ന് അവരോടങ്ങ് പറഞ്ഞാൽ മതി. അതുപോലെ ശ്രേയ ഒറ്റയ്ക്കായതുകൊണ്ട് അച്ഛമ്മ പോയിട്ട് ശ്രേയക്ക് കൂട്ടുകിടന്നു. എടി കാലെടുക്കടി. എന്താ മോളെ, എന്തൊന്നടി കൊച്ചുകുട്ടികളെ പോലെ അടയും കിടക്കാൻ നോക്ക്. എന്റെ അമ്മേ, ഏയ്, എന്റെ ഒരു കഷ്ടകാലം. എന്താ എന്തോ ശ്രേ, ഞാനൊന്ന് കിടന്നോട്ടെ. എന്നെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടല്ലേ? എന്തൊരു പിടുത്തമാടി ഇതെന്റെ മോളെ. എന്റെ ഭഗവാനെ, അവന് കൊടുത്ത പാലങ്ങാനും നീ എടുത്ത് കുടിച്ചോടി. എന്നെ വിടടി. നിങ്ങളെ ഞാൻ വിടില്ല. വിട്ടുകളഞ്ഞ നിങ്ങളങ്ങ് പോവില്ലേ? എന്തൊരു ബലവായി വെക്ക്. ഇത് ഞാനാടി എന്റെ അമ്മേ. വിട്, വിടാൻ. ഞാൻ എന്റെ നടുവ് എന്തൊരു പിടുത്തോ ഇവളുടേത്. എന്റെ അമ്മേ, ഇത് പിടിച്ചോ. ഭഗവാനെ, അവനെങ്ങാനും ഇവളുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ. ആദ്യത്തെ ശ്രമം തന്നെ പരാജയപ്പെട്ടല്ലോ. നേരം വെളുത്ത ഹോമം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ വിചാരിച്ച പോലെ എല്ലാം നടന്നു കഴിഞ്ഞേനെ. അടുത്ത വട്ടം ആലോചിച്ച് പ്ലാൻ ചെയ്യണം. എന്താന്ന്? ഇങ്ങോട്ട് വാ. എന്റെ ഈശ്വര, എന്റെ ഇന്നത്തെ ഉറക്കം പോയല്ലോ. മുറ്റത്തെങ്ങാനും പോയി കിടക്കുന്നതാവും നല്ലത്. എന്ത് സോഫ്റ്റാന്ന് നോക്കിക്കേ. ഹൃദയവും ഇതുപോലെ സോഫ്റ്റ് ആണോ? എന്നെ ഒന്ന് ഹഗ് ചെയ്യൂന്ന്. മിണ്ടാതെ കിടക്കടി. എനിക്ക് ഉറക്കം വരുന്ന ഈശ്വര. എന്നെ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? എന്താന്ന്? നിങ്ങൾ ഇങ്ങോട്ട് അടുത്തു വാ. എന്റെ ഭഗവാനെ,
എന്തായി ജഗൻ, ഒരുക്കങ്ങളൊക്കെ ഭംഗിയെ നടക്കുന്നുണ്ടോ? അതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടമ്മേ. പോരാത്തതിന് ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വൈദേഹിയല്ലേ. വരൂ. എവിടെ നെയ്യ് എടുത്തു വച്ചിട്ടുണ്ടോ? ആ അതൊക്കെ എപ്പോഴും എടുത്തു വെച്ചു. കടഞ്ഞെടുത്ത പശു നെയ്യ് ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ദേ ഇപ്പൊ എടുത്തോണ്ട് വരാവേ. നിക്ക് ദേവേട്ടാ, ഹോമം തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഒത്തിരി പണികൾ തീർക്കാനുണ്ട്. ദേവേട്ടൻ ചെന്ന് റെഡിയാവാൻ നോക്ക്. നീ റെഡിയാവുന്നുണ്ടെങ്കിൽ ഞാനും ഇപ്പൊ തന്നെ റെഡി ആയിക്കോളാം. ഞാനെന്തിനാണ്? ഹോമം നടത്തുമ്പോ എന്റെ കൂടെ ഇരിക്കേണ്ടത് നീ തന്നെയല്ലേ? രാമന്റെ കൂടെ സീത എന്നതുപോലെ നീയും എന്റെ കൂടെ വേണം. ഷോ, നേരം വെളുത്തപ്പോ തന്നെ തുടങ്ങിയോ? ഇതിപ്പോഴെങ്ങും തുടങ്ങിയതല്ലല്ലോ വൈദേഹി. നമ്മുടെ പ്രണയം ശിവനും പാർവതിയും പോലെയാണ്. അതിനാദ്യം അന്തമില്ല. നീയൊന്നും മൂടിയ മാത്രം മതി. എന്നിട്ട് ആ ഹോമം സാക്ഷിയാക്കി നമ്മുടെ പ്രണയത്തെപ്പറ്റി എല്ലാവരോടും വിളിച്ചങ്ങ് പറയണം. നടക്കാൻ പോകുന്ന യാഗം ദേവേട്ടന്റെ പട്ടാഭിഷേകത്തിന്റെ പൂർണ്ണതയാണെന്ന് ഓർക്കണം. പ്രണയത്തിന്റെ സാക്ഷിയല്ല. ഈ പട്ടാഭിഷേകത്തിന് പുറകിലുവേ നമ്മുടെ പ്രണയത്തിന്റെ സീൻ ഉണ്ടല്ലോ വൈദേഹി. എനിക്ക് മനസ്സിലായി. നീ ആണെന്റെ മരുമോള്. നീ ആരാന്ന്? പറയൂ വൈദേഹി, നിനക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല? ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിന്നോടൊപ്പം ചേർന്ന് നിന്റെ അരികിലിരുന്ന് സ്വീകരിക്കാൻ എനിക്കിഷ്ടം. അതെനിക്ക് സാധിച്ചു. എനിക്കൊന്നും അറിയില്ല. ആരെവിടെ നിൽക്കാൻ യോഗ്യരാണെന്നുള്ളത് ആ ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. ഇത്തരം കാര്യങ്ങളുടെ തീരുമാനം നമ്മളാരാ? എന്നെ ഒന്നിനും പ്രതീക്ഷിക്കണ്ട. വിനയ, ഒന്നിങ്ങോട്ട് വന്നേ. എല്ലാരും കണ്ടല്ലോ, നേരം വെളുത്തപ്പോ തുടങ്ങിയതായത്. ഈ ഹോമത്തിന്റെ കാര്യങ്ങളെല്ലാം ഒരു തടസ്സവും കൂടാതെ വൈദേഹി നോക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. എന്റെ വിഷമം അതൊന്നുമല്ല ജഗൻ. വീട്ടിൽ കയറി വന്ന മരുമോളുടെ സ്വഭാവം ശരിയല്ല. എന്നാൽ ഈ വീടുമായിട്ടൊരു ബന്ധമില്ലാത്ത പെണ്ണ്
സ്വന്തം വീട് പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. അന്ന് അത്രയും ഞാൻ അവരോട് പറഞ്ഞിട്ടും ശ്രേയയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും കാണുന്നില്ലല്ലോ അമ്മേ. അവളുടെ അച്ഛനും അമ്മയും വഴക്ക് പറയുന്നത് ഞാൻ കേട്ടതാ. കുട്ടിയല്ലേ, പയ്യ മാറിക്കോളും. ഏതായാലും ഇന്നത്തെ ദിവസം നീ ഒന്നും വേണ്ടണ്ട. ആദ്യം ഈ യാഗം ഒന്ന് നല്ലോണം നടക്കട്ടെ. നടക്കില്ല. ഈ ആഗ്രഹവും നടക്കില്ല. ദേവൻ ആ പദവി ലഭിക്കാനും പോകുന്നില്ല. അല്ല, ഊർമിള ഈ യാഗം നടത്തിക്കില്ലെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ആളെ കാണുന്നില്ലല്ലോ. അതെ, പൂവരി എടുത്തോണ്ട് വരിക. ദാ ഇപ്പൊ കൊണ്ടുവരാം. അമ്മ നിന്നെ, അതൊക്കെ എടുത്തോണ്ട് വരാനല്ലേ ഞാനിവിടെ ഉള്ളത്. ഞാൻ എടുത്തോണ്ട് വരാം. എന്താ എല്ലാം നിന്റെ തലയിൽ കൂടിയാണല്ലോ ഓടുന്നത്. ഭയങ്കര സന്തോഷത്തിലും ആണല്ലോ ആള്. പിന്നെ സന്തോഷം ഉണ്ടാവില്ലേ ചേച്ചി? മരിച്ചു എന്ന് കരുതിയ ദേവേട്ടന്റെ അച്ഛൻ രക്ഷപ്പെട്ടു വന്നു. ദേവേട്ടന്റെ പട്ടാഭിഷേകം മുടങ്ങിയപ്പോ ഒത്തിരി വേദനിച്ചതാ. ഇപ്പൊ അത് വീണ്ടും നടക്കല്ലേ. അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ കാരണം എന്തൊക്കെയോ ഉണ്ടായെന്ന് പറഞ്ഞ് എന്നിവിടുന്ന് അടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചപ്പോ ഒരു പേരുദോഷത്തോടെ എനിക്കിവിടുന്ന് പോവേണ്ടി വന്നില്ലല്ലോ. അതും എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് നീ പോകാനുള്ളവള് തന്നെയല്ലേ. സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ നീ വീട്ടിലെ മരുമോളൊന്നും അല്ലല്ലോ. ആണല്ലേ ചേച്ചി, അതറിഞ്ഞൂടെ?